കേരള സ്റ്റൈൽ ഞണ്ട് കറി ഉണ്ടാക്കി നോക്കാം. ആദ്യമായിട്ട് കഴുകി വൃത്തിയാക്കിയ ഞണ്ട്, പിന്നെ സവാള അരിഞ്ഞത്, പിന്നെ തക്കാളി അരിഞ്ഞത്, വെളുത്തുള്ളി അരച്ചത്, പിന്നെ ഇഞ്ചി ചതച്ചത്, പച്ചമുളക് വേണം, കറിവേപ്പിലയും വേണം, പിന്നെ പെരുംജീരകം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക? അതിലേക്ക് കടുക് എടുത്തിടും. കടുക് എങ്ങനെ കടുകിട്ടെ? കടുകിട്ടു. ഇനി അതെന്ത് ചെയ്യും? പൊട്ടും അല്ലേ? എന്താ ഇപ്പോൾ പൊട്ടും, കടുക് പൊട്ടി വരുന്നുണ്ട് ഉണ്ടോ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? അതിനകത്തേക്ക് സവാള ഇടും. സവാള ഇട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് വഴറ്റണം. നമ്മൾ തവി വെച്ച് ഇങ്ങനെ വഴറ്റിയെടുക്കുക. വഴറ്റി നമ്മളതൊരു ബ്രൗൺ കളറാകണം കേട്ടോ. അതിനുശേഷം കണ്ടോ, അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് പേസ്റ്റ് ആക്കിയത് നമ്മൾ അതിനകത്തേക്ക് ഇടും, ആഡ് ചെയ്യും. അതിനുശേഷം പച്ചമുളക് കീറിയതും നമ്മളിടും അല്ലേ ഇച്ചു? കുറച്ച് കറിവേപ്പില അല്ലേ? ഇത് നമ്മളതും ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലേ? ഒരു കാരമലൈസ്ഡ് കളർ ആവുമ്പോൾ നമുക്ക് ഇളക്കൽ നിർത്താം. ഉണ്ടോ? ഇനി അതിൻ്റെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്തു. നന്നായിട്ട് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കും. വഴറ്റി കഴിയുമ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും? അതിനകത്തേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞത് അല്ലേ, അത് നമ്മൾ അതിനകത്തേക്ക് ഇട്ടിങ്ങനെ കൊടുക്കുകയാണ്. ഇട്ട് തക്കാളി ഇട്ടിട്ട് അതും നമ്മളൊന്ന് വഴറ്റി എടുക്കണം. അതും ഇങ്ങനെ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് പോയി കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കുറേ നേരം വഴറ്റി ഇങ്ങനെ എടുക്കുക, എന്നാലേ അത് പെട്ടെന്നൊന്നും ആകത്തുള്ളൂ. കുറച്ചും കൂടെ കഴിയുമ്പോൾ കാരമലൈസ്ഡ് കളറാവും. എന്നിട്ട് നമ്മളൊന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ അത് തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്നാവും. കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ കണ്ടോ, തക്കാളിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊന്നും കൂടി ഒന്ന് ഉടച്ചെടുക്കുക, തക്കാളിയുടെ ഇതൊക്കെ ആ തൊലിയൊക്കെ ഒന്ന് പോകാനായിട്ട്. അതുമായിട്ടൊന്ന് മിക്സായി വരിക ഉണ്ടോ. നന്നായിട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ എന്തൊക്കെ ചെയ്യണം? അതിലേക്ക് ഉടച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ നേരത്തെ കുറച്ച് പൊടികളുണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അങ്ങനെയൊക്കെ ഉള്ളത് നമ്മളത് മല്ലിപ്പൊടിയൊക്കെ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് അതൊരു മസാലക്കൂട്ടാണ്. അത് നമ്മൾ ഉണ്ടോ, അതിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മസാല മിക്സ് ചെയ്ത് എടുക്കണം. നമ്മളിങ്ങനെ കുറച്ച് നേരം നമ്മളിങ്ങനെ വച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് അത് മസാല അതിലേക്ക് പിടിച്ചോളും. അപ്പം നല്ല രീതിയിൽ മസാല പിടിച്ച് വന്നിട്ടുണ്ട് അതിലേക്ക്. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വച്ചിരിക്കുന്ന ഞണ്ട് കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇടുക. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഞണ്ടിടാനായിട്ട്. നമ്മളതെല്ലാം ഓരോന്നോരോന്നായിട്ട് അതിനകത്ത് ഇട്ട് നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മസാല അതിലേക്ക് പിടിക്കുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റി ആ മസാല എല്ലാം അതിൽ കൊള്ളണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗ്ലാസ് ചൂട് വെള്ളം അതിൽ ഒഴിച്ച് കൊടുക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഗ്രേവി പോലെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് ആഡ് ചെയ്ത് ഗ്രേവി പോലെ ആക്കി വെച്ച് കുറച്ച് ഉപ്പൊക്കെ അതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് ഇട്ട് അതിന് ശേഷം നമ്മളൊന്ന് കുറച്ചത്തേക്ക് മൂടി വയ്ക്കുക. അത് പിന്നെ നമ്മൾ തീ എന്ത് ചെയ്യും? ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഇങ്ങനെ വയ്ക്കുക ഒന്ന് വേവാനായിട്ട്. അതിനുശേഷം നമ്മളതെടുത്ത് രണ്ടാമതെടുത്ത് അതിൽ കുറച്ച് പെരുംജീരകപ്പൊടിയും ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് കറിവേപ്പില ഇടുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും അതിൻ്റെ മേലിൽ കൂടി ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക ചെറിയ ഫ്ലെയിമിൽ. കുറച്ച് നേരം കഴിയുമ്പോൾ തുറന്ന് നോക്കുക. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള എന്ത് കിട്ടി? ഞണ്ട് കറി കിട്ടി. തുറക്കുമ്പോൾ നല്ല അടിപൊളി സ്മെല്ല് നമ്മുടെ മുന്നിലേക്ക് നോക്കി കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി കയറും. അടിപൊളി അല്ലേ? ഞണ്ട് റോസ്റ്റ് റെഡി.